വചനമേ നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എന്റെ ആത്മാവിനാശ്വാസമേ. വചനം വചനം വചനം. സംഖ്യയുടെ പുസ്തകം 25-ാം അധ്യായം. ഇസ്രായേൽ ഷിത്തിമിൽ പാർക്കുമ്പോൾ മോവാബ് പുത്രിമാരുമായി ജനം വേശ്യാവൃത്തിയിൽ ഏർപ്പെടാൻ തുടങ്ങി. അവർ തങ്ങളുടെ ദേവന്മാരുടെ ബലികളിലേക്ക് ജനത്തെ ക്ഷണിച്ചു. ജനം ഭക്ഷിക്കുകയും അവരുടെ ദേവന്മാരെ ആരാധിക്കുകയും ചെയ്തു. അങ്ങനെ ഇസ്രായേൽ പെയോറിലെ ബാലിനോട് സംഗമിച്ചു. ഇസ്രായേലിൽ കർത്താവിൻ്റെ കോപം ജ്വലിച്ചു. കർത്താവ് മോശയോട് അരുൾ ചെയ്തു, ജനത്തിൻ്റെ തലവന്മാരെയെല്ലാം പിടിച്ച് കർത്താവിനു വേണ്ടി പട്ടാപ്പകൽ തൂക്കിലിടുക. അങ്ങനെ കർത്താവിൻ്റെ ഉഗ്രകോപം ഇസ്രായേലിൽ നിന്ന് മാറിപ്പോകട്ടെ. മോശ ഇസ്രായേലിൻ്റെ ന്യായാധിപന്മാരോട് പറഞ്ഞു, നിങ്ങൾ ഓരോരുത്തരും പെയോറിലെ ബാലിനോട് സംഗമിച്ച അവനവൻ്റെ ആളുകളെ വധിക്കുവിൻ. ഇതാ, ഇസ്രായേലിൽ നിന്നൊരാൾ ചെന്ന് തൻ്റെ സഹോദരങ്ങളുടെ പക്കലേക്ക് മോശയും ഇസ്രായേലിയ സമൂഹം മുഴുവനും കാണുകെ ഒരു മിദിയാൻകാരിയെ കൂട്ടിക്കൊണ്ടുവന്നു. അപ്പോൾ അവർ സമാഗമ കൂടാരവാതിൽക്കൽ വിലപിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പുരോഹിതനായ അഹ്റോന്റെ പുത്രൻ എലയാസറിന്റെ മകൻ ഫിനഹാസ് ഇത് കണ്ട് സമൂഹമധ്യത്തിൽ നിന്ന് എഴുന്നേറ്റ് കയ്യിൽ ഒരു കുന്തമെടുത്തു. അവൻ ഇസ്രായേൽക്കാരൻ്റെ പിന്നാലെ തമ്പിലെത്തി അവരിരുവരെയും ഇസ്രായേൽക്കാരനെയും ഉദരം തുളഞ്ഞു കടക്കും വിധം സ്ത്രീയെയും കുത്തി. അങ്ങനെ ഇസ്രായേലിൽ നിന്ന് മഹാമാരി ഒഴിഞ്ഞു. മഹാമാരി കൊണ്ട് മരണമടഞ്ഞവർ 24,000 പേരായിരുന്നു. കർത്താവ് മോശയോട് ഇപ്രകാരം വചിച്ചു, പുരോഹിതനായ അഹ്റോന്റെ പുത്രൻ എലയാസറിന്റെ മകൻ ഫിനഹാസ് തൻ്റെ തീഷ്ണത മൂലം ഇസ്രായേലിയരുടെ മേലുള്ള തൻ്റെ ക്രോധം അവരുടെ ഇടയിലുള്ള എൻ്റെ അസഹിഷ്ണുത പിൻവലിച്ചിരിക്കുന്നു. അതിനാൽ എൻ്റെ അസഹിഷ്ണുതയിൽ ഇസ്രായേലിയരെ ഞാൻ ഇല്ലായ്മ ചെയ്യുന്നില്ല. ആകയാൽ നീ പറയുക, ഞാനിതാ എൻ്റെ സമാധാന ഉടമ്പടി അവന് നൽകുന്നു. തൻ്റെ ദൈവത്തിനു വേണ്ടി തീഷ്ണമതിയായതിനും ഇസ്രായേലിയരെ പ്രതി പരിഹാരമനുഷ്ഠിച്ചതിനും പകരമായി അവനും അവനുശേഷം അവൻ്റെ സന്തതിക്കും അത് നിത്യപൗരോഹിത്യത്തിൻ്റെ ഉടമ്പടിയായിരിക്കും. വധിക്കപ്പെട്ട ഇസ്രായേൽക്കാരൻ്റെ, അതായത് മിദിയാൻകാരിയോടൊപ്പം വധിക്കപ്പെട്ടവൻ്റെ പേര് സിമ്രി. അവൻ സാലുവിൻ്റെ മകനായിരുന്നു. ഒരു ശിമയോന്യ പിതൃഭവനത്തിൻ്റെ നേതാവും. കൊല്ലപ്പെട്ട മിദിയാൻകാരിയുടെ പേര് കൊസ്ബി. അവൾ മിദിയാനിലെ ഉമ്മോത്ത് പിതൃഭവനത്തിൻ്റെ തലവനായ സൂറിൻ്റെ മകളായിരുന്നു. കർത്താവ് മോശയോട് ഇപ്രകാരം വചിച്ചു, മിദിയാന്യരോട് ശത്രുത പുലർത്തി അവരെ ആക്രമിക്കുവിൻ. കാരണം പെയോറിൻ്റെ കാര്യത്തിലും പെയോർ നിമിത്തമുണ്ടായ മഹാമാരിയുടെ നാളിൽ വധിക്കപ്പെട്ട അവരുടെ സഹോദരിയും മിദിയാൻ നേതാവിൻ്റെ മകളുമായ കൊസ്ബിയുടെ കാര്യത്തിലും നിങ്ങൾക്കെതിരെ അവർ പ്രയോഗിച്ച ചതികളാൽ അവർ നിങ്ങൾക്ക് ശത്രുക്കളായിരിക്കുന്നു. മഹാമാരിക്ക് ശേഷമാണ് ഇത് സംഭവിച്ചത്. സംഖ്യയുടെ പുസ്തകം 26-ാം അധ്യായം. കർത്താവ് മോശയോടും പുരോഹിതനായ അഹ്റോന്റെ പുത്രൻ എലയാസറിനോടും ഇപ്രകാരം അരുൾ ചെയ്തു, ഇസ്രായേലിൽ സൈന്യസജ്ജരായ 20ഉം അതിന്മേലും വയസ്സുള്ള ഇസ്രായേലിയരുടെ സമൂഹം മുഴുവൻ്റെയും അംഗസംഖ്യ അവരുടെ പിതൃഭവനമനുസരിച്ച് നിങ്ങൾ എടുക്കുവിൻ. മോശയും പുരോഹിതനായ എലയാസറും ജെറീക്കോയുടെ യോർദാനും ചേർന്നുള്ള മോവാബ് സമതലത്തിൽ വെച്ച് അവരോട് സംസാരിച്ചു. 20 വയസ്സും അതിനുമേലും എന്നത് കർത്താവ് മോശയോട് കൽപ്പിച്ചതനുസരിച്ചാണ്. ഈജിപ്റ്റ് ദേശത്തു നിന്ന് പുറപ്പെട്ട ഇസ്രായേലിയർ. റൂബൻ ഇസ്രായേലിന്റെ ആദ്യജാതനായിരുന്നു. റൂബന്യർ
ഹനോക്കിന് ഹനോക്ക് കുടുംബം, ഫല്ലുവിന് ഫല്ലു കുടുംബം, ഹെസ്രോനിന് ഹെസ്രോൻ കുടുംബം, കർമ്മിക്ക് കർമ്മി കുടുംബം. ഇവയായിരുന്നു റൂബൻ കുടുംബങ്ങൾ. അവരുടെ അംഗസംഖ്യ 43,730 ഫല്യർ ഏലിയാബ്, ഏലിയാബിന്റെ പുത്രന്മാർ നെമുവേൽ, ദാത്താൻ, അബീറാം. ഈ ദാത്താനും അബീറാമുമായിരുന്നു അവർ കർത്താവിനെതിരായി കലഹിച്ചപ്പോൾ. കോറഹിന്റെ സമൂഹത്തിൽ മോശയ്ക്കും അഹ്റോനുമെതിരായി കലഹിച്ച യോഗപ്രതിനിധികൾ. സമൂഹം ചത്തൊടുങ്ങിയപ്പോൾ ഭൂമി വായ് തുറന്ന് ഇവരെയും കോറഹിനെയും വിഴുങ്ങി. അഗ്നി 250 പേരെ ദഹിപ്പിച്ചപ്പോൾ ഇവർ ഒരടയാളമായി തീർന്നു. കോറഹിന്റെ പുത്രന്മാർ മരണപ്പെട്ടിരുന്നില്ല. ശിമയോന്യർ അവരുടെ കുടുംബങ്ങളനുസരിച്ച് നെമുവേലിന് നെമുവേൽ കുടുംബം, യാക്കീന് യാക്കീൻ കുടുംബം, യാമിന് യാമിൻ കുടുംബം, സേരഹിന് സർഹി കുടുംബം, ഷാവൂളിന് ഷാവൂൾ കുടുംബം. ഇവയായിരുന്നു ശിമയോൻ കുടുംബങ്ങൾ. 22,200 പേർ. ഗാദ്യർ അവരുടെ കുടുംബങ്ങളനുസരിച്ച് സെഫോന് സെഫോൻ കുടുംബം, ഹഗിക്ക് ഹഗി കുടുംബം, ഷൂനിക്ക് ഷൂനി കുടുംബം, ഓസ്നിക്ക് ഓസ്നി കുടുംബം, ഏരിക്ക് ഏരി കുടുംബം, അരോദിന് അരോദ് കുടുംബം, അരേലിക്ക് അരേലി കുടുംബം. ഇവയായിരുന്നു അംഗസംഖ്യ അനുസരിച്ച് ഗാദ്യ കുടുംബങ്ങൾ. 40,500 പേർ. യൂദായുടെ പുത്രന്മാർ ഏരും ഓനാനും. ഏരും ഓനാനും കാനാൻ ദേശത്ത് വച്ച് മരിച്ചിരുന്നു. യൂദ്യർ അവരുടെ കുടുംബങ്ങളനുസരിച്ച് ഷേലാക്ക് ഷേലാ കുടുംബം, പേരസിന് പേരസ് കുടുംബം, സേരഹിന് സർഹി കുടുംബം എന്നിവയായിരുന്നു. പേരസ്യർ ഹെസ്രോൻ കുടുംബം, ഹാമുവലിന് ഹാമുവൽ കുടുംബം എന്നിവയായിരുന്നു. ഇവയായിരുന്നു അംഗസംഖ്യ അനുസരിച്ച് യൂദാ കുടുംബങ്ങൾ. 76,500 പേർ. ഇസാക്യർ അവരുടെ കുടുംബങ്ങളനുസരിച്ച് തോലാക്ക് തോലാ കുടുംബം, പൂവാക്ക് പൂവാ കുടുംബം, യാഷൂബിന് യാഷൂബ് കുടുംബം, ഷിമ്രോന് ഷിമ്രോൻ കുടുംബം. ഇവയായിരുന്നു അംഗസംഖ്യ അനുസരിച്ച് ഇസാക്കർ കുടുംബങ്ങൾ. 64,300 പേർ. സെബുലൂന്യർ അവരുടെ കുടുംബങ്ങളനുസരിച്ച് സെരദിന് സെരദ് കുടുംബം, ഏലോന് ഏലോൻ കുടുംബം, യഹ്ലേലിന് യഹ്ലേൽ കുടുംബം. ഇവയായിരുന്നു അംഗസംഖ്യ അനുസരിച്ച് സെബുലൂൺ കുടുംബങ്ങൾ. 60,500 പേർ. ജോസഫിന്റെ പുത്രന്മാർ അവരുടെ കുടുംബങ്ങളനുസരിച്ച് മനാസയും എഫ്രായിമും ആയിരുന്നു. മനാസ്യർ മാക്കീറിന് മാക്കീർ കുടുംബം, മാക്കീർ ഗിലയാദിനെ ജനിപ്പിച്ചു. ഗിലയാദിന് ഗിലയാദ് കുടുംബം. ഗിലയാദ്യർ ഇവരാണ്: യേസറിന് യേസർ കുടുംബം, ഹേലക്കിന് ഹേലക് കുടുംബം, അസ്രിയേലിന് അസ്രിയേൽ കുടുംബം, ഷെക്കേമിന് ഷെക്കേം കുടുംബം, ഷെമിദയ്ക്ക് ഷെമിദ കുടുംബം, ഹേഫറിന് ഹേഫർ കുടുംബം. ഹേഫറിന്റെ മകനായ സെലോഫഹാദിന് പുത്രിമാരല്ലാതെ പുത്രന്മാരില്ലായിരുന്നു. സെലോഫഹാദിന്റെ പുത്രിമാരുടെ പേരുകൾ മഹ്ല, നോവ, ഹൊഹ്ല, മിൽക്ക, തിർസ. ഇവയായിരുന്നു മനാസയുടെ കുടുംബങ്ങൾ. അവരുടെ അംഗസംഖ്യ 52,700. എഫ്രായിമ്യർ അവരുടെ കുടുംബങ്ങളനുസരിച്ച് ഇവരായിരുന്നു: ഷുത്തേലാഹിന് ഷുത്തേലാഹ് കുടുംബം, ബേക്കറിന് ബേക്കർ കുടുംബം, താഹാന് താഹാൻ കുടുംബം. ഷുത്തേലാഹ്യർ ഇവരായിരുന്നു: ഏരാന് ഏരാൻ കുടുംബം. ഇവയായിരുന്നു എഫ്രായിമ്യ കുടുംബങ്ങൾ. അവരുടെ അംഗസംഖ്യ അനുസരിച്ച് 32,500 പേർ. ഇവരായിരുന്നു അവരുടെ കുടുംബങ്ങളനുസരിച്ച് ജോസഫ്യർ. ബെഞ്ചമിന്യർ അവരുടെ കുടുംബങ്ങളനുസരിച്ച് ബേലാക്ക് ബേല കുടുംബം, അഷ്ബേലിന് അഷ്ബേൽ കുടുംബം, അഹിറാമിന് അഹിറാം കുടുംബം, ഷെഫൂഫാമിന് ഷെഫൂഫാം കുടുംബം, ഹൂഫാമിന് ഹൂഫാം കുടുംബം. ബേലായുടെ മക്കൾ അർദും നാമാനും.
അർദിന് അർദ് കുടുംബം, നാമാന് നാമാൻ കുടുംബം. ഇവരായിരുന്നു അവരുടെ കുടുംബങ്ങൾ അനുസരിച്ച് ബെഞ്ചമിന്യർ. അവരുടെ അംഗസംഖ്യ 45,600. ദാന്യർ അവരുടെ കുടുംബങ്ങൾ അനുസരിച്ച് ഇവരാണ്: ഷൂഹാമിന് ഷൂഹാം കുടുംബം. ഇവരാണ് അംഗസംഖ്യ അനുസരിച്ച് ദാനിന്റെ കുടുംബങ്ങൾ. ഷൂഹാം കുടുംബങ്ങൾ അവരുടെ അംഗസംഖ്യ അനുസരിച്ച് ആകെ 64,400. ആഷേര്യർ അവരുടെ കുടുംബങ്ങൾ അനുസരിച്ച് യിംനാക്ക് യിംന കുടുംബം, ഇഷ്വിക്ക് ഇഷ്വി കുടുംബം, ബറിയാക്ക് ബറിയ കുടുംബം. ബറിയർക്ക് ഹേബറിന് ഹേബർ കുടുംബം, മൽക്കിയേലിന് മൽക്കിയേൽ കുടുംബം. ആഷേറിന്റെ പുത്രിയുടെ പേര് സേറ. ഇവയാണ് അംഗസംഖ്യ അനുസരിച്ച് ആഷേരുടെ കുടുംബങ്ങൾ, 53,400 പേർ. നഫ്താലിയർ അവരുടെ കുടുംബങ്ങൾ അനുസരിച്ച് യക്സേലിന് യക്സേൽ കുടുംബം, ഗൂനിക്ക് ഗൂനി കുടുംബം, യേസറിന് യേസർ കുടുംബം, ഷില്ലേമിന് ഷില്ലേം കുടുംബം. ഇവയായിരുന്നു അവരുടെ കുടുംബങ്ങൾ അനുസരിച്ച് നഫ്താലി കുടുംബങ്ങൾ. അവരുടെ അംഗസംഖ്യ 45,400. ഇതായിരുന്നു ഇസ്രായേലിയരുടെ അംഗസംഖ്യ, 6,01,730. കർത്താവ് മോശയോട് ഇപ്രകാരം വചിച്ചു: ഇവർക്ക് ആളുകളുടെ എണ്ണമനുസരിച്ച് ദേശം അവകാശമായി വീതിക്കപ്പെടണം. വലുതിന് അതിൻ്റെ അവകാശം നീ വർദ്ധിപ്പിക്കണം, ചെറുതിന് അതിൻ്റെ അവകാശം നീ കുറയ്ക്കണം. ഓരോന്നിനും അംഗബലമനുസരിച്ച് അതിൻ്റെ അവകാശം നൽകപ്പെടണം. ദേശം നറുക്കുവഴി മാത്രമേ വീതിക്കപ്പെടാവൂ. അവർ തങ്ങളുടെ പിതൃഗോത്രനാമം അനുസരിച്ചേ അവകാശപ്പെടുത്താവൂ. വലുതിനും ചെറുതിനുമിടയിൽ അതതിൻ്റെ അവകാശം നറുക്കനുസരിച്ച് വീതിക്കപ്പെടണം. ലേവായ അംഗസംഖ്യ അവരുടെ കുടുംബങ്ങൾ അനുസരിച്ച് ഇവയാണ്: ഗർഷോന് ഗർഷോൻ കുടുംബം, കൊഹാത്തിന് കൊഹാത്ത് കുടുംബം, മെറാറിക്ക് മെറാറി കുടുംബം. ലേവിയുടെ കുടുംബങ്ങൾ ഇവയാണ്: ലിബ്നി കുടുംബം, ഹെബ്രോൺ കുടുംബം, മഹ്ലി കുടുംബം, മൂഷി കുടുംബം, കോറഹ് കുടുംബം. കൊഹാത്ത് അമ്രാമിനെ ജനിപ്പിച്ചു. അമ്രാമിന്റെ ഭാര്യയുടെ പേര് യോക്കേബേദ്. അവൾ ലേവിയുടെ പുത്രിയായിരുന്നു. ഈജിപ്തിൽ വച്ച് ലേവിക്ക് അവൾ ജനിച്ചു. അമ്രാമിന് അവൾ അഹ്റോനെയും മോശയെയും അവരുടെ സഹോദരി മിരിയാമിനെയും പ്രസവിച്ചു. അഹ്റോന് നാദാബ്, അബീഹു, എലയാസർ, ഇത്താമർ എന്നിവർ ജനിച്ചു. നാദാബും അബീഹുവും കർത്തൃസന്നിധിയിൽ നിഷിദാഗ്നി അർപ്പിച്ചതുവഴി മരിച്ചു. അവരുടെ, അതായത് 1 മാസം മുതൽ മുകളിലേക്ക് പ്രായമുള്ള എല്ലാ പുരുഷന്മാരുടെയും അംഗസംഖ്യ 23,000 ആയിരുന്നു. ഇസ്രായേലിന്റെ ഇടയിൽ അവർ എണ്ണപ്പെടുകയോ ഇസ്രായേലിയരുടെ ഇടയിൽ അവർക്ക് അവകാശം നൽകപ്പെടുകയോ ചെയ്തില്ല. ജെറീക്കോയുടെ ജോർദാൻ അരികെയുള്ള മോവാബ് സമതലങ്ങളിൽ വെച്ച് ഇസ്രായേല്യരെ എണ്ണിത്തിട്ടപ്പെടുത്തിയ മോശയുടെയും പുരോഹിതനായ എലയാസറിന്റെയും കാനേഷുമാരികളാണിവ. എന്നാൽ സീനായ് മരുഭൂമിയിൽ വെച്ച് ഇസ്രായേല്യരെ എണ്ണിത്തിട്ടപ്പെടുത്തിയ മോശയുടെയും പുരോഹിതനായ അഹ്റോന്റെയും കാനേഷുമാരികളിൽ നിന്ന് ഒരാളും ഇവയിൽ ഉൾപ്പെട്ടിരുന്നില്ല. എന്തെന്നാൽ അവർ മരുഭൂമിയിൽ വെച്ച് തീർച്ചയായും മരിക്കുമെന്ന് കർത്താവ് അവരോട് അരുൾ ചെയ്തിരുന്നു. യെഫുന്നയുടെ മകൻ കാലേബും നൂനിന്റെ മകൻ ജോഷ്വായും ഒഴികെ അവരിൽ നിന്ന് ഒരാളും അവശേഷിച്ചിരുന്നില്ല. 108-ാം സങ്കീർത്തനം. ദൈവമേ, എൻ്റെ ഹൃദയം സ്ഥിരതയുള്ളതാണ്. ഗീതമാലപിച്ച് ഞാൻ എൻ്റെ ഉള്ളം തന്നെ അങ്ങയെ പ്രകീർത്തിക്കും. വീണയെ കിന്നരമേ ഉണരുക, ഞാൻ ഉഷസ്സിനെ ഉണർത്തട്ടെ. കർത്താവെ, ജനങ്ങൾക്കിടയിൽ അങ്ങേക്ക് ഞാൻ കൃതജ്ഞത അർപ്പിക്കും. ജനപദങ്ങൾക്കിടയിൽ അങ്ങയെ ഞാൻ പാടിപ്പുകഴ്ത്തും. എന്തെന്നാൽ അങ്ങയുടെ കാരുണ്യം ആകാശങ്ങളെക്കാളും അപ്പുറം വലുതാണ്, അങ്ങയുടെ വിശ്വസ്തത മേഘങ്ങളോളവുമാണ്. ദൈവമേ, അങ്ങ് ആകാശത്തിനുമേൽ ഉയർന്നു നിൽക്കണമേ. അങ്ങയുടെ മഹത്വം ഭൂമി മുഴുവൻ്റെയും മേൽ ആകട്ടെ.
അങ്ങയുടെ പ്രിയപ്പെട്ടവർ വിടുവിക്കപ്പെടാൻ തന്നെ. അങ്ങയുടെ വലത്തു കൈയാൽ രക്ഷിച്ച് അങ്ങ് എനിക്ക് ഉത്തരമരുളണമേ. ദൈവം തൻ്റെ വിശുദ്ധ സ്ഥലത്ത് സംസാരിച്ചു. ഞാൻ ആഹ്ലാദിച്ച് ഷെക്കേമിനെ വീതം വയ്ക്കുകയും സുക്കോത്ത് താഴ്വര പകുത്തുകൊടുക്കുകയും ചെയ്യും. ഗിലെയാദ് എൻ്റേതാണ്, മനാസെ എൻ്റേതാണ്. എഫ്രായിം എൻ്റെ ശിരസ്ത്രാണവും യൂദ എൻ്റെ ചെങ്കോലുമാണ്. മോവാബ് എൻ്റെ ക്ഷാളനപാത്രമാണ്. ഏദോമിൽ ഞാൻ എൻ്റെ പാതുകം അഴിച്ചിടും. ഫിലിസ്തീയായെ പ്രതി ഞാൻ ജയഘോഷം മുഴക്കട്ടെ. കോട്ട കെട്ടിയ നഗരത്തിലേക്ക് ആര് എന്നെ നയിക്കും? ഏദോം വരെ ആര് എന്നെ ആനയിക്കും? ദൈവമേ, അങ്ങ് ഞങ്ങളെ പരിത്യജിച്ചില്ലേ? ദൈവമേ, അങ്ങ് ഞങ്ങളുടെ സൈന്യങ്ങളോടൊപ്പം പുറപ്പെടുന്നുമില്ല. ദുരിതത്തിൽ ഞങ്ങൾക്ക് അങ്ങ് സഹായം തരണമേ. മനുഷ്യന്റെ തുണ വ്യർത്ഥമാണ്. ദൈവത്തോടൊത്ത് ഞങ്ങൾ ശക്തി പ്രകടമാക്കും. അവിടുന്നാണ് ഞങ്ങളുടെ വൈരികളെ ചവിട്ടിമെതിക്കുന്നത്. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 41 മുതൽ 52 വരെയുള്ള വാക്യങ്ങൾ. അവന്റെ മാതാപിതാക്കന്മാർ ആണ്ടുതോറും പെസഹ തിരുനാളിന് ജെറുസലേമിലേക്ക് പോകുമായിരുന്നു. അവന് 12 വയസ്സായപ്പോൾ ആചാരമനുസരിച്ച് അവർ തിരുനാളിന് പോയി. തിരുനാൾ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അവർ മടങ്ങിപ്പോന്നു. ബാലനായ യേശു ആകട്ടെ ജെറുസലേമിൽ തങ്ങി. മാതാപിതാക്കന്മാർ അതറിഞ്ഞില്ല. അവൻ യാത്രാസംഘത്തിന്റെ കൂടെ കാണുമെന്ന് വിചാരിച്ച് അവർ ഒരു ദിവസത്തെ വഴി പിന്നിട്ടു. ബന്ധുക്കളുടെയും പരിചയക്കാരുടെയും ഇടയിൽ അവനെ അന്വേഷിച്ചു. എന്നാൽ കാണായികയാൽ അവനെ തിരക്കി അവർ ജെറുസലേമിലേക്ക് തിരിച്ചുപോയി. 3 ദിവസങ്ങൾക്ക് ശേഷം അവർ അവനെ ദേവാലയത്തിൽ കണ്ടെത്തി. അവൻ വേദശാസ്ത്രികളുടെ ഇടയിലിരുന്ന് അവരെ കേൾക്കുകയും അവരോട് ചോദ്യങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുകയായിരുന്നു. കേട്ടവരെല്ലാം അവന്റെ ഉൾക്കാഴ്ചയിലും മറുപടികളിലും അത്ഭുതപ്പെട്ടു. അവനെ കണ്ടപ്പോൾ മാതാപിതാക്കന്മാർ വിസ്മയിച്ചു. അവന്റെ അമ്മ അവനോട് പറഞ്ഞു, മകനെ, നീ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തതെന്ത്? നിന്റെ പിതാവും ഞാനും അതീവം വ്യസനിച്ചുകൊണ്ട് നിന്നെ അന്വേഷിക്കുകയായിരുന്നു. അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ എന്നെ അന്വേഷിച്ചത് എന്തിന്? ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കേണ്ടതാണെന്ന് നിങ്ങൾ അറിഞ്ഞിരുന്നില്ലേ? അവൻ തങ്ങളോട് പറഞ്ഞ വാക്ക് അവർ ഗ്രഹിച്ചില്ല. അവൻ അവരോടൊപ്പം ഇറങ്ങി നസ്രത്തിൽ വന്ന് അവർക്ക് വിധേയനായി കഴിഞ്ഞു. അവൻ്റെ അമ്മയാകട്ടെ ഈ കാര്യങ്ങളെല്ലാം തൻ്റെ ഹൃദയത്തിൽ സംഗ്രഹിച്ചു കൊണ്ടിരുന്നു. യേശു ജ്ഞാനത്തിലും ആകാരത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും കൃപയിലും വളർന്നു വന്നു. ദൈവവചനമേ, നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എൻ്റെ ആത്മാവിനാശ്വാസം.